കോട്ടപ്പടി മാർ കോളേജിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കോട്ടപ്പടി കൽക്കുന്നേൽ മാർ ഗീവർഗീസ് പള്ളി വികാരി ഫാദർ ജോസ് പരുത്തവലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എറണാകുളം പ്രസ് ക്ലബ് സെക്രട്ടറി ഷാജിൽ കുമാരം കോളേജ് മെറിറ്റ് ഡേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വയനാട്ടിലെ വളരെ ഉൾഗ്രാമത്തിൽ നിന്ന് ജേർണലിസം എന്ന് പറയുന്നൊരു കോഴ്സ് പോലും ഉണ്ട് എന്ന് ഒട്ടും തിരിച്ചറിയാത്ത ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ജേർണലിസം ക്ലാസ് ഇത് ചെയ്തത്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. കാരണം നമ്മൾ ഈ കൂടുതൽ എന്താ പറയുക, ശുഭാംശു ശുക്ലയിലേക്കോ അല്ലെങ്കിൽ സുനിത വില്യംസിനെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇടപ്പള്ളിയിലെ 7ാം ക്ലാസ്സുകാരനായ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ബിസിനസ് ചെയ്ത റൗൾ എന്ന് പറയുന്നൊരു കൊച്ചു പയ്യനുണ്ട്, ഇടപ്പള്ളിയിലാണ്. അവൻ സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവനെക്കുറിച്ചൊക്കെ പറയുന്നതിന് പകരം നമുക്ക് നമ്മുടെ കാര്യം തന്നെ പറയുന്നതല്ലേ കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതായത് ഞങ്ങളുടെ നാട്ടിൽ ഈ ജേർണലിസം പരിപാടികളൊന്നുമില്ല. അപ്പോൾ അന്ന് ഈ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ബാലജന സഖ്യം എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. അതിൽ പ്രസംഗങ്ങൾ നടത്തുക, ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. അങ്ങനെ ഒരു പ്രസംഗം കേട്ടെടുത്ത് ഒരു അച്ഛൻ എന്നോട് ചോദിച്ചു, ഷതിലെ, ഞങ്ങളുടെ സെമിനാരിയിലെ അച്ഛന്മാരെല്ലാം അച്ഛൻ കുഞ്ഞുങ്ങളൊക്കെ വളരെ അന്തർമുഖരാണ്. അത് മാത്രമല്ല, ഈ അച്ഛന്മാരെ പ്രസംഗിക്കുന്നതൊക്കെ ഒരേ ടോണാണ്. അത് വയനാട്ടിലെ അച്ഛനും കോതമംഗലത്തെ അച്ഛനും പിന്നെ ട്രിവാൻഡ്രത്തെ അച്ഛനും ഒക്കെ ഒരേ ടോണാണ്. ഇതെന്താണ് ഇവരിങ്ങനെ ഒരേ ട്രെയിനിങ്ങിലാണോ പഠിക്കുന്നത്? അത് സ്വഭാവവ്യത്യാസമൊന്നുമില്ല കേട്ടോ. എല്ലാ അച്ഛന്മാരും ഇത് ഒരേ രീതിയിലാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും ആ അച്ഛനെ മറക്കാൻ കഴിയില്ല. ഒരു ഫാദർ നോബിൾ എന്നാണ് പുള്ളിയുടെ പേര്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഷതില്, ഞങ്ങളുടെ അച്ഛൻ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് ക്ലാസ് എടുക്കണം? ഞാൻ ഇക്കണോമിക്സാണ് പഠിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ മലയാളം എടുത്താൽ മതി, കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് സംസാരിക്കുക, ഇപ്പം ലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറയാം, ഇതൊക്കെ എങ്ങനെയാണ് ഹൗ ടു സ്പീക്ക് വെരി വെൽ, അല്ല ഹൗ ടു ബിൽഡ് അവർ പേഴ്സണാലിറ്റി ഇൻ സച്ച് എ ഗുഡ് മാനർ എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു. അപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാരോ പരിപാടി. അങ്ങനെ ഞാൻ ഈ മാനന്തവാടിയിലെ സെമിനാരിയിൽ പഠിപ്പിക്കാൻ പോകണം. അപ്പോൾ എൻ്റെ ഒരു പ്രത്യേകത, ഞാനിതിൽ കാണുന്നൊരു പ്ലസ് പോയിന്റ് എന്താ വെച്ചാൽ, ഞാൻ ഡിഗ്രി ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ കിട്ടണം എന്നൊക്കെ വേറെ ചോടി നടക്കുന്ന സമയത്ത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ഉച്ചയ്ക്ക് ഈ സെമിനാറുകളിൽ നല്ല അടിപൊളി ഫുഡാണ്, എല്ലാ ദിവസവും നോൺ വെജാണ്, ബീഫും ചിക്കനും ഒക്കെ ഉണ്ടാവും. അപ്പം എന്നെ സംബന്ധിച്ച് അവിടുത്തെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം അടിപൊളിയാവും, അത്യാവശ്യം മോശമില്ലാത്ത കാശും കിട്ടും. അങ്ങനെ ഈ അച്ഛൻ കുഞ്ഞന്മാരെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ പഠിപ്പിച്ച് രമണനെയും ലീലയെയും ഒക്കെ പഠിപ്പിച്ച് ഞാൻ ഇവരെ ഒരു റൊമാൻറ്റിക് വേൾഡിലേക്ക് എത്തിക്കാൻ. അതായത് അവിടുത്തെ റെക്ടറും മറ്റച്ഛന്മാരെല്ലാം ഞാൻ ക്ലാസ് എടുക്കാൻ കയറുമ്പോൾ ജനലിൻ്റെ സൈഡിൽ വന്ന് നിൽക്കും, ഇവനെന്തൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ വെറുതെ പാടും, മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ മലരായി വിടരും നീ. ഇത് പാടുമ്പോൾ അച്ഛൻ കുപ്പായിട്ട് കല്യാണം വേണ്ടെന്ന് വെച്ച അച്ഛന്മാർക്ക് വരെ പഴയ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഒടുവിൽ അച്ഛൻ എന്നോട് ഒരു ഷതിൽ 1 വർഷം മതി അടുത്ത വർഷത്തേക്ക്, കാരണം ഞങ്ങൾക്ക് ഈ അച്ഛൻ കുഞ്ഞുങ്ങളെ ഉടുപ്പൊക്കെ ഇടിപ്പിച്ച ആളില്ലെങ്കിൽ നമുക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവില്ല. പ്രോഗ്രാം കോർഡിനേറ്റർ ടീന കെ സ്വാഗതം പറഞ്ഞു. MG യൂണിവേഴ്സിറ്റി ഡിഗ്രി പരീക്ഷയിൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ 5ാം റാങ്ക് കരസ്ഥമാക്കിയ അതുല്യ ബാബു, 7ാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രീലക്ഷ്മി പി, കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ 10ാം റാങ്ക് കരസ്ഥമാക്കിയ ഗൗതമി ഗംഗാധരൻ, MTTMൽ 10ാം റാങ്ക് നേടിയ റുഹ്മ ദീപു എന്നിവരെയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. കോട്ടപ്പടി മാർ കോളേജിൽ ഇന്ന് നടന്ന മെറിറ്റ് ഡേയിൽ റാങ്ക് കിട്ടിയ റാങ്ക് ജേതാക്കളെ അനുമോദിച്ചു. MG യൂണിവേഴ്സിറ്റിയിൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ BSWയിൽ 5th ഉം 7th റാങ്കും, കമ്പ്യൂട്ടർ സയൻസിൽ 10th റാങ്കുമാണ് ഈ വർഷം നമുക്ക് ലഭിക്കുകയുണ്ടായി. കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും തുടർച്ചയായി റാങ്ക് നേടുന്ന പാരമ്പര്യം കോട്ടപ്പടി മാർ കോളേജ് ഈ വർഷവും തുടർന്നു. മാനേജർ സുനിൽ ജോസഫ്, പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ, കൽക്കുന്നേൽ മാർ ഗീവർഗീസ് സഹദ പള്ളി ട്രസ്റ്റി TM ജോർജ, HODമാരായ സൗമ്യ മാത്യു, പൂർണിമായൻ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീകല C എന്നിവർ ആശംസകൾ നേർന്നു. IKC ജോയിന്റ് കോർഡിനേറ്റർ ദീപ്തി K ദാസ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.